ബോസ് ബോസ് ഈ ഒളിഞ്ഞൊളിഞ്ഞ് എന്താ നോക്കുന്നേ? വൈറസ് തന്നതാ എനിക്ക് ഈ സ്പ്രേ. ഇത് ഞാൻ മോട്ടുവിന്റെ ദേഹത്തടിക്കാൻ പോവുകയാണ്. ഇതിന്ന് വരുന്ന മണം എല്ലിൻ കഷ്ണത്തിന്റെ ആയതുകൊണ്ട് ഡോഗി മോട്ടുവിന്റെ പുറകെ മണം പിടിച്ചോടിക്കൊണ്ടേ ഇരിക്കുക. കാരണം ഡോഗിയുടെ കണ്ണില് മോട്ടു എപ്പോഴും എല്ലിൻ കഷ്ണമായിരിക്കുക. പിന്നെ മോട്ടുവിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോസ് വേഗം ആവട്ടെ, ദേ മോട്ട് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. എന്റെ പടിപാളി. ഇത്രയും നേരത്തെ ശ്രമം വെറുതെ ആയി പോയല്ലോ. അറിയില്ല, അങ്ങനെ എങ്ങനെയാ സംഭവിച്ചത്? അത് നമുക്കൊന്ന് ആലോചിക്കാം. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇപ്പൊ സ്പ്രേ അടിക്കാൻ പറ്റിയ സമയമാണ്. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്, എന്നിട്ട് സ്പ്രേ അടിക്കാനുള്ള പരിപാടി ഞാൻ നോക്കട്ടെ. എന്നാ മോട്ടു നിന്റെ ആഹാരം. ഇന്ന് ചേട്ടാ. ഇതെന്താ ഇതെന്താ എനിക്ക് പറ്റിയേ? എന്നെ എന്തിനാ അങ്ങനെ നോക്കുന്നേ? അതും വെള്ളത്തിലായല്ലോ. ഇതെന്താ എന്റെ പുറകെ മാറാത്തെ? എന്നെ വിട്ടേക്ക്, ഞാൻ പൊക്കോട്ടെ. അയ്യോ, എന്നെ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ? ഈ ഡോഗിൽ നിന്ന് രക്ഷപ്പെടുത്ത്. അല്ല, ഇതെന്താണ് സംഭവിക്കുന്നത്? ആദ്യം ബോക്സർ ചേട്ടൻ, ഇപ്പൊ ചായക്കട ചേട്ടൻ. ഇനി പണി പാടില്ല. ഇപ്പോഴാണ് പറ്റിയ സമയം. മോട്ടുവിനും 10 മിനിറ്റും സ്പ്രേ അടിച്ചതിന് ശേഷം പട്ടിയെ കൊണ്ട് കടിപ്പിക്കേണ്ട. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എന്താ ഒരു മണം വരുന്നേ? ഓടിക്കോ ഓടിക്കോ. അല്ലപ്പത്തിലും എല്ലാ പട്ടികളും നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ. അതോ സുഹൃത്ത്, എന്ത് ചെയ്യാണ്? ആദ്യത്തെ എല്ലാം പിടിക്കാം. എന്താണ് വീണ്ടും വന്നല്ലോ എന്റെ പുറകെ തന്നെ? ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിച്ചുകൂടെ? രക്ഷിക്കൂ, ചിക്കൻ സാറെ രക്ഷിക്കൂ. ആദ്യം വാതിലടയ്ക്കൂ, ആദ്യം വാതിലടയ്ക്കൂ. വേഗം ഹെറഫേരി, വേഗം ആ വാതിലൊന്ന് അടയ്ക്കൂ. ഇല്ല, ഡോഗീസ് ഒക്കെ ഇങ്ങോട്ട് കയറി വരും. എന്ത്? ചിങ്കം സാറേ, ഡോഗീസ് ഞങ്ങളെ കടിക്കാൻ പുറകിൽ വരുന്നുണ്ട്. ഇല്ല, ഡോഗീസ് അങ്ങനെ വെറുതെ ഒന്നും ആരും കടിക്കാൻ വരില്ല. സത്യം പറഞ്ഞു, നിങ്ങൾ എന്ത് കുറ്റാണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ഉറപ്പാ നിങ്ങൾ എന്തോ ഒരു തരികൾ ഒപ്പിച്ചിട്ടുണ്ട്. യു ബോത്ത് ആർ അണ്ടർ അറസ്റ്റ്. ചിങ്കം സാറേ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഡോഗീസ് ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട്. എന്തിനാ അങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്തോ ഇതിൽ പെശകൊണ്ട്. ഈ മോട്ടും പത്തിലിനെ ഞാൻ 2 പ്രാവശ്യം കണ്ടിരുന്നു. 2 പ്രാവശ്യവും ഡോഗീസ് അതിനുശേഷം എന്റെ പുറകെ മാറിയിട്ടില്ല. അത് ശരി, ശത്രുത നിന്നോടും, പക്ഷെ കടിക്കുന്നത് എന്നെയുമോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, മക്കൾക്ക് കഴിക്കാനുള്ളത് കിട്ടും. ദൈവത്തിന് വളരെയധികം നന്ദി. പറഞ്ഞത് എന്നേലും മുമ്പ് കിട്ടിയല്ലോ. മക്കളെ, വലിയവന് ഞാൻ കഴിക്കാം, മെലിഞ്ഞവന് നിങ്ങൾ കഴിച്ചോളൂ. അയ്യോ, കടിക്കല്ലേ, വേണ്ടേ, കടിക്കല്ലേ, കടിക്കല്ലേ. വിടൂ, വിടൂ, ഞങ്ങളെ വിടൂ. ഇത് നോക്കു മക്കളെ, നമുക്ക് കിട്ടിയ ഈ എല്ലും കഷ്ണം മറ്റു പട്ടികൾ കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം.
വേണ്ട, അയ്യോ. അല്ല, ഇത് ഇവിടെ ഏതോ ഒരു എല്ലുണ്ട്. എനിക്ക് അതിന്റെ മണം കിട്ടുന്നുണ്ട്. ആ? ഇല്ലില്ല, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഒന്നും തന്നെ ഇല്ലെന്നാ? എന്നാ അന്വേഷിക്ക്. ഏയ്, കിട്ടിപ്പോയി. ഇങ്ങോട്ട് വരാനാ പറഞ്ഞ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. അയ്യോ, ഞങ്ങള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലല്ല. ഞങ്ങളെ വിട്ടേക്കൂ. രക്ഷിക്കണേ, ഓടിക്കൂ. കൂട്ടുകാരെ, ആ എല്ല് ഓടിപ്പോകുന്നു. അവനങ്ങനെ ഓടാൻ പാടില്ല. ഓടിക്കൂ പത്തലു. അല്ല, ഈ എലുമ്പ് കഷ്ണങ്ങൾ ഡോക്ടർ ചക്കയുടെ വീട്ടിലേക്കാണല്ലോ പോണേ. വാ, നമുക്ക് ഷോർട്ട് കട്ട് പിടിച്ചാ അവിടെ വെയിറ്റ് ചെയ്യാം. എന്താ വലിയേട്ടാ, എന്താ പറ്റിയേ? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്കറിയില്ല ഇത്രയും പട്ടികൾ എവിടെ നിന്നാ വന്നതെന്ന്. അത് കടിക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. പൊളിച്ചല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഡോഗീസ് ഇത്ര കൂട്ടത്തോടെ വന്ന് കടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടേ അതെ വലിയേട്ടാ, ഞങ്ങൾക്കും ഇതേ പ്രശ്നം തന്നെയാ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് എവിടുന്ന് ഇത്രയും ഡോഗീസ് വന്നെന്ന് അറിയാത്തത്. അവിടെയും കടിച്ചു, ഇവിടെയും കടിച്ചു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതിനർത്ഥം നിങ്ങൾ നല്ലപോലെ കടി മേടിച്ചു എന്നാണല്ലേ? എന്തായാലും നന്നായി, അവരൊക്കെ പോയല്ലോ. ഹാ. എന്റെ പൊന്നു ചങ്ക, അവര് പോയിട്ടൊന്നുമില്ല. ഇതാ അവർ ഇവിടെ തന്നെയുണ്ട്. കണ്ടോ? ആവൂ, ഇനി ഈ വഴിക്ക് പോകാം. ഓടിക്കോ. രക്ഷിക്കണേ വലിയേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓ എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഇതെന്തേ കാണുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഞാനൊന്ന് കാണട്ടെ. മോട്ടുവിനും പത്തിനും എല്ലായിട്ടല്ലേ കാണുന്നത്. ഓ ഗസീട്ട, എന്റെ ചങ്കേ, ഇവർക്കിട്ട് ആരോ ഒരു പണി കൊടുത്തതാ. വരൂ, നമുക്ക് ഇവരെ എന്തായാലും രക്ഷിച്ചേ മതിയാകൂ. മോട്ടുപത്തിലോ, വേഗം കേറ്. വേഗം പിടിക്കും മോട്ടു. താങ്ക് യു വലിയേട്ടാ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്ത് ആരോ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലുകളുടെ ഷേപ്പാണ് ഉള്ളത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന മണം എല്ലുകളുടെ ആയതുകൊണ്ടാണ് എല്ലാ ഡോഗികളും നിങ്ങളുടെ പുറകെ മണം പിടിച്ചു വരുന്നത്. വലിയേട്ടാ, പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതിപ്പോ ഞാൻ പറഞ്ഞു തരാം. ഇതാ ചങ്കേ, നീ ഇതൊന്ന് വെച്ച് നോക്കിയേ. ഇനി നിനക്ക് കാര്യം മനസ്സിലായിക്കോളും. ശരിയാണ്, ഞങ്ങള് ശരിക്കും ഒരു ബോണിനെ പോലെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ ഈ ഡോഗീസ് ഒക്കെ ഞങ്ങളുടെ പുറകിൽ വന്നത്. ഇത് തീർച്ചയായിട്ടും ആ ജോണിന്റെ പണി തന്നെയായിരിക്കും. ജോൺ ദേ അവിടെ നിൽക്കുന്നുണ്ട്, മുകളിലേക്ക് നോക്കിയിട്ട്. നമ്മൾ താഴേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് അവൻ. താഴെ പോയിട്ട് നമുക്ക് ജോണിനൊരു പണി കൊടുത്തേ മതിയാകൂ. ഓ പത്തിലോ എന്റെ ചങ്ക്, നമുക്ക് നേരെ മേഘങ്ങൾക്കിടയിലേക്ക് പോകാം. അവിടുന്ന് മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തുള്ള മണം അങ്ങ് പോകും. പിന്നെ നമുക്ക് ആ ജോണിനും പണി കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ആ സ്മെൽ അങ്ങോട്ട് പോയി. ശരിയെന്നാ, ഇനി ആ ജോണിന് ശരിക്കുള്ള പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇന്നത്തെ ചിക്കൻ കൊള്ളാം, നല്ല ടേസ്റ്റ് ആകട്ടോ. എന്താ പറ്റിയത്? ഇതുങ്ങൾ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ, ഞാനിത് എന്ത് ചെയ്യും?
പത്തുലു വേഗം എനിക്ക് സമൂസ കഴിക്കണ്ടാ. ഏയ്, ഈ ശബ്ദം മോട്ടുവിന്റേതല്ലേ? എന്റെ പൊന്നു മോട്ടു, എന്നെ ഉപദ്രവിക്കരുത്. എന്നെ വിട്ടേക്ക്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. എന്നെ വിട്ടേക്ക്. ദയോ. മമ്മി. ഈ പട്ടികളുടെ നോട്ടം ശരിയല്ലല്ലോ. ഓ, ഇതുങ്ങൾ ഇവിടെയും എത്തിയോ? ഓ, രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.